ഡൽഹി ജന്തർ മന്ദറിൽ കഴിഞ്ഞ ജൂലൈ 20 നടന്ന വിദ്യാർത്ഥി ജനകീയ പ്രക്ഷോഭത്തിന് നേരെ അരങ്ങേറിയ ഭരണകൂട ഭീകരതയുടെ വിറങ്ങലിപ്പിക്കുന്ന യഥാർത്ഥ വിവരങ്ങളാണ് തൃണമൂൽ കോൺഗ്രസ് MP സാകേത് ഗോഖലെ പുറത്തുവിട്ട RTI രേഖകളിലൂടെ ഈ ലോകമറിയുന്നത്. പ്രതിഷേധക്കാർക്ക് നേരെ ഒരു തവണ പോലും പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ചിട്ടില്ല എന്ന് ഡൽഹി പോലീസും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ആവർത്തിച്ച് അവകാശപ്പെട്ടിരുന്ന സ്ഥാനത്താണ് ഈ അസത്യങ്ങളെല്ലാം തകർന്നടിയുന്നത്. തലസ്ഥാനത്തെ ലേഡി ഹാർഡിംഗ് മെഡിക്കൽ കോളേജിൽ 9 പേരും സഫ്ദർജംഗ് ആശുപത്രിയിൽ ഒരാളും പെല്ലറ്റ് മുറിവുകളോടെ ചികിത്സ തേടിയെന്ന ഔദ്യോഗിക മറുപടി ഭരണകൂടത്തിൻ്റെ കള്ളത്തരങ്ങൾ തെളിവ് സഹിതം തുറന്നുകാട്ടിയിരിക്കുകയാണ്. ഇതോടെ പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ സ്ഥിരീകരിച്ച എണ്ണം 10 ഉയർന്നുവെന്ന് മാത്രമല്ല, എയിംസ്, RML ആശുപത്രികളിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നതോടെ ഈ സംഖ്യ ഇനിയും കുത്തനെ ഉയരുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ജനപ്രതിനിധികളെയും മാധ്യമങ്ങളെയും സാക്ഷിയാക്കി ആഭ്യന്തര മന്ത്രാലയം നടത്തിയ കള്ളപ്രചരണങ്ങൾ പൊളിയാൻ മറ്റൊന്നും വേണ്ടി വന്നില്ല. ജൂലൈ 22 പാർലമെൻറ്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ജനറൽ ഡയറി എൻട്രിയിൽ തന്നെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ആൻറ്റി റയറ്റ് തോക്കിൽ നിന്ന് വെടിയുതിർത്തതായി വ്യക്തമാക്കുന്നുണ്ട്. പരിക്കേറ്റവരിൽ 25 വയസ്സുകാരനായ കലാകാരൻ പ്രശാന്ത് കുമാർ സിംഗ്, ഷെയ്ഖ് ഇർഷാദ് മൻസൂരി, 19 വയസ്സുകാരനായ വിദ്യാർത്ഥി സാഹിൽ ലോച്ചാബ് എന്നിവരും ഒരു മാധ്യമ പ്രവർത്തകനും ഉൾപ്പെടുന്നു എന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. ലേഡി ഹാർഡിംഗ് ആശുപത്രിയിൽ മാത്രം 81 പേരാണ് ചികിത്സ തേടിയെത്തിയത്. ഇതിൽ 46 പേർ പ്രതിഷേധക്കാരായ സാധാരണക്കാരായിരുന്നു. സ്വന്തം പൗരന്മാർക്ക് നേരെ, വിശേഷിച്ച് വിദ്യാർത്ഥികൾക്കും മാധ്യമ പ്രവർത്തകർക്കും നേരെ കശ്മീരിലെ അടിച്ചമർത്തൽ മുറകൾ രാജ്യതലസ്ഥാനത്തിൻ്റെ ഹൃദയഭാഗത്ത് പ്രയോഗിച്ചതിന് ആഭ്യന്തരമന്ത്രി മറുപടി പറഞ്ഞേ മതിയാകൂ. സത്യങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി തെളിവുകളോടെ പുറത്തു വരുമ്പോഴും ഉത്തരം പറയാൻ ബാധ്യതയുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ജനങ്ങളെയും പാർലമെന്റിനെയും അഭിമുഖീകരിക്കാതെ ഒളിച്ചോടുകയാണെന്ന രൂക്ഷ വിമർശനമാണ് രാജ്യത്തുടനീളം ഇപ്പോൾ ഉയരുന്നത്. സഭയ്ക്കകത്ത് പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിച്ച് പ്രതിഷേധം ശക്തമാക്കുകയും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചു കളിക്കുന്ന ഭരണകൂട നിലപാട് ജനാധിപത്യത്തിന് തന്നെ കളങ്കമാണ്. നിരായുധരായ പ്രതിഷേധക്കാരുടെ ശരീരത്തിലേക്ക് വെടിയുതിർത്ത ശേഷം അതിനെ കള്ളങ്ങൾ കൊണ്ട് മൂടിവെക്കാൻ ശ്രമിച്ചൊരു ആഭ്യന്തര മന്ത്രാലയം പൂർണ്ണമായും അവിശ്വാസതയുടെ മുനമ്പിലാണ് നിൽക്കുന്നത്. തെരുവിൽ ചോര ചിന്തിയ പൗരന്മാരുടെ ചോദ്യങ്ങൾക്ക് മുന്നിലും സഭയിലെ ജനപ്രതിനിധികളുടെ പ്രതിഷേധത്തിന് മുന്നിലും മറുപടിയില്ലാതെ നിൽക്കുന്ന കേന്ദ്ര സർക്കാരിനും ആഭ്യന്തരമന്ത്രിക്കും ഈ RTI വെളിപ്പെടുത്തലുകൾ ഉത്തരം നൽകാനാകാത്ത കനത്ത രാഷ്ട്രീയ തിരിച്ചടിയായി മാറിയിരിക്കും എന്നുള്ളതിൽ സംശയമില്ല.